എപ്പോഴും ഓർമ്മിക്കണം. അവിടെ വണങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ നമസ്കരിക്കുക മാത്രമല്ല, എപ്പോഴും ഓർമ്മ നിലനിർത്തുക. അപ്പം മനസ്സാ എന്ത് കണ്ടാലും വണങ്ങാം. കാരണം ഒക്കെ ഈശ്വരനല്ലാതെ ഇവിടെ മറ്റൊന്നുമല്ല. ആത്മോപദേശതകം പോലുള്ള കൃതികളിൽ ഗുരുദേവൻ ഇക്കാര്യം ആവർത്തിച്ച് നമ്മോട് പറയുക. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമലരിട്ടു വണങ്ങി അക്ഷമാറി. അക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങൾ ആറി ശമിച്ചു. അവ ഇപ്പൊ ഇളകി ഓടുന്നില്ല. കണ്ണ് രൂപത്തിന്റെ പിന്നാലെ പരക്കം പായുന്നില്ല. കണ്ണ് എന്ത് രൂപം കണ്ടാലും യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ ഒക്കെ എഴുത്തച്ഛനും പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുപോലെ ചെവി എന്ത് കേട്ടാലും യാതൊന്നു കേട്ടതത് നാരായണ ശ്രുതികൾ. അപ്പോൾ ഈ തിളച്ച് അങ്ങോട്ട് പരക്കം പായുന്ന പ്രശ്നമൊക്കെ തീർന്നു, ഒക്കെ ആറി. മനോഹരമായ പദങ്ങളാണ്. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമലരിട്ടു വണങ്ങി അക്ഷമാറി. ഇന്ദ്രിയങ്ങൾ ഒക്കെ തണുത്തു. സകലം അഴിഞ്ഞു. സങ്കല്പങ്ങൾ ഒക്കെ വിട്ടുപോയി. എന്താ കാര്യം? എന്ത് സങ്കല്പം വന്നാലും ഈശ്വരൻ. കാമക്രോധാദി വികാര സങ്കല്പങ്ങൾ പോലും വരുമ്പോ ഈശ്വരൻ. ഇവിടെ അതൊന്നും ഇല്ല. അപ്പോ അതൊക്കെ പോയി. ഇപ്പം ദേഷ്യമുണ്ടോ? ഇല്ല. എന്താ കാരണം? ഒക്കെ ഈശ്വരൻ. സകലം അഴിഞ്ഞ് സങ്കല്പങ്ങളും വികാരങ്ങളും ഒക്കെ അഴിഞ്ഞ് ഇല്ലാതായി. ഇനിയിപ്പോ അവയ്ക്കൊന്നും പ്രസക്തിയില്ല. ആകെ ഒരു ഈശ്വരൻ. ഞാനും അത്, ഈ പ്രപഞ്ചവും ഈശ്വരൻ. ഇനി ആരോടാ കാമം? ആരോടാ ക്രോധം? ഒന്നുമില്ല. രാഗദ്വേഷങ്ങളൊക്കെ പോയി. അതാണ് സകലം അഴിഞ്ഞു തണിഞ്ഞ് രാഗവും ദ്വേഷവും ഇല്ലാതായി. വാസന, മറ്റത് സങ്കല്പങ്ങൾ പോയതാണ് അഴിയുക. തണിയുക, വാസന ഇല്ലാതായി, തണിഞ്ഞു. മനോഹരമായ പദങ്ങൾ കൊണ്ട് ആ ക്രമം ആണ്. മനസ്സ് പോണം, വാസന ഒഴിയണം, തത്വബോധം ഉറയ്ക്കണം. തത്വബോധം മനോനാശം, വാസനാക്ഷയം. തത്വബോധമാണ് ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ എന്ന ഉറപ്പാണ് തത്വബോധം. സകലം അഴിഞ്ഞ്, അതാണ് മനോജയം. തണിഞ്ഞ്, വാസനാക്ഷയം. സകലം അഴിഞ്ഞു തണിഞ്ഞു. ഇതൊന്നും പ്രയാസമുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഇതുറപ്പിക്കാമോ? ഇതൊന്നും പ്രയാസമല്ല. ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഇത് ഉറപ്പിക്കാമോ? ഇതാണ് ആവർത്തിച്ച് ഗുരുദേവൻ പറയുന്നത്.